മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മലബാറിന്റെ 2 ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു. എല്ലാ പർച്ചേസിനും 5% മുതൽ 60% വരെ ഡിസ്കൗണ്ട്. കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന്റെ ഭാഗമായി കലാമത്സരങ്ങൾ പുൽവട്ട GLP സ്കൂളിൽ നടന്നു. 22 ഇനങ്ങളിലായി 250ഓളം പേർ പങ്കെടുത്തു. കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തും കരുവാരകുണ്ട് ക്ലബ്ബ് അസോസിയേഷനും സംയുക്തമായാണ് കേരളോത്സവം നടത്തിയത്. കലാമത്സരങ്ങളോടെ പഞ്ചായത്ത് തല കേരളോത്സവം സമാപിച്ചു. പുൽവട്ട GLP സ്കൂളിൽ സജ്ജീകരിച്ച 2 വേദികളിലായാണ് മത്സരങ്ങൾ നടന്നത്. 22 ഇനങ്ങളിലായി 250ഓളം മത്സരാർത്ഥികൾ കലാമത്സരങ്ങളിൽ പങ്കെടുത്തു. പുൽവട്ട ഫിനിക്സ് ക്ലബ്ബാണ് ആതിഥേയത്വം വഹിച്ചത്. അതുപോലെ തന്നെ ഇതിന് കോർഡിനേഷൻ നൽകിയ എത്തിക്കാൻ പറ്റി എന്നുള്ള കാര്യം ഇതിന്റെ ഭാഗമായിട്ട് എടുത്തു പറയാണ്. വരും കാലങ്ങളിലും ഇതുപോലെ തന്നെ ഇത്രയും അധികം വളരെ വലിയ യുവജന പങ്കാളിത്തത്തോടുകൂടി മത്സരം നടത്താൻ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിനും സമീപ പഞ്ചായത്തുകൾക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം ഇതിനെല്ലാം നമുക്ക് അവസരമൊരുക്കിയ ഇതിൻ്റെ സംഘാടക സമിതി എന്ന നിലക്ക് നമുക്ക് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ ബോഡിക്ക്, അതായത് ഭരണസമിതിക്ക്, ക്ലബ്ബ് അസോസിയേഷന് നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെയുള്ള ഫിനിക്സ് ക്ലബ്ബ്, പുൽവട്ട GLP സ്കൂൾ, ഇതിൻ്റെ PTA കമ്മിറ്റി ഭാരവാഹികൾ എല്ലാവരോടും ഈ അവസരത്തിൽ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിൻ്റെ സംഘാടക സമിതിയുടെ പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ്. ക്ലബ്ബ് ഭാരവാഹികളും പ്രതിനിധികളും എല്ലാവരും വളരെ ആവേശത്തോടുകൂടി വളരെയധികം മത്സരബുദ്ധിയോടുകൂടി നോക്കിക്കാണുന്ന മത്സര ഇനങ്ങൾ ഇവിടെ അവസാനിക്കാൻ പോകുമ്പോൾ ഏത് ക്ലബ്ബ് ജയിക്കും, ഏത് ക്ലബ്ബ് പരാജയപ്പെടുമെന്ന് പറയാൻ പറ്റാത്ത ഇഞ്ചോടുള്ള ഒരു പോരാട്ടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളോത്സവം കൺവീനർ നുഹ്മാൻ പാറമ്മൽ, യൂത്ത് കോർഡിനേറ്റർ ഫർഹാൻ കുട്ടത്തി, ക്ലബ്ബ് അസോസിയേഷൻ ഭാരവാഹികളായ ഇസ്മു കൈപ്പുള്ളി, കുഞ്ഞുട്ടി ചിറക്കൽ, ജസീർ, ജാഫർ പുൽവട്ട, V സതീഷ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കരുവാരകുണ്ട്.